63ാമത് സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത് വെള്ളാർമല സ്കൂളിലെ കുട്ടികളോടൊപ്പമാണ്. ആ സ്കൂളുകളിലെ കുട്ടികളും ടീച്ചർമാരും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ടീച്ചറെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ഇത്രയും കുട്ടികളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷമായിട്ടിരിക്കണം. കാരണം ഇങ്ങനത്തെ വലിയൊരു വേദിയിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സന്തോഷമുണ്ട്. അതിനാൽ ഞങ്ങൾക്ക് ഒരു അവസരം തന്നേൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് അവിടുത്തെ അവതരിപ്പിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ എന്താ പറയുക, ജീവിത കഥ തന്നെയാണ് അവരോട് അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ടൊരു ഒന്നും അഭിനയിച്ച് പഠിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അവരുടെ ജീവിതം തന്നെ ഇവിടെ പകർത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് വിചാരിച്ചോളൂ അത്രത്തോളം ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചത്. പക്ഷെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, ആ സന്ദേശത്തിൽ പറയുന്നത് പോലെ തന്നെ ഞങ്ങളും ഇനി പഴയൊരു വെള്ളാർമലയിലേക്ക് തിരിച്ചു ചെത്തും എന്നുള്ളൊരു നിൽക്കുന്നത്. ഇവരുടെ മനസ്സ് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമതും ഞങ്ങൾ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ അവരെ പങ്കെടുപ്പിക്കുന്നത്. എന്താ പറയുക, നമ്മൾ ക്ലാസ്സിൽ ചെന്നാലും നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പറഞ്ഞു പോകും നമ്മൾ കാര്യങ്ങൾ. ഞാനൊക്കെ അതിൽ പെട്ട ആളുകളാണ്. ഞാനൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കൂടുതലൊന്നും അവരെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, അവർക്ക് സന്തോഷം കിട്ടുന്ന എന്ത് പ്രോഗ്രാമുകളുണ്ടെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കും. അതിനു വേണ്ടിയുള്ള ജീവിതമാണ് ഇപ്പോൾ നമ്മൾ. ഈ സംസ്ഥാന തലത്തിൽ വരുമ്പോൾ 63 സ്കൂൾ കലോത്സവം നിങ്ങളുടെ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന്? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ആ പാട്ടിലെ വരികളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടി ടച്ച് ചെയ്യുന്ന വരികളാണ്. വരികളെ കുറിച്ചിട്ടൊക്കെ എന്താ പറയാനുള്ളത്? അതിൽ ഞങ്ങൾ അന്ന് അനുഭവിച്ച ദുരിതങ്ങളൊക്കെയാണ് ആ പാട്ടിൽ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നല്ലൊരു ജോലി കിട്ടി ഉയർന്നെണിക്കുന്ന ഒരു ഭാഗമാണ് ആ പാട്ടിൽ ഉള്ളത്. വെള്ളാർമലയിലെ കുട്ടികളെ ആകെ ഒരുമിച്ച് ഇവിടെ എത്തിച്ച നമ്മുടെ ഉണ്ണി മാഷ് ഇവിടെ ഉണ്ട്. മാഷെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? ഇതൊരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു വേദിയും അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഒന്ന് പ്രസൻറ്റ് ചെയ്യുക, ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക, അതിന് സാധിച്ചതിലുള്ള സന്തോഷം പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, DG, അതുപോലെ തന്നെ DDE, DO എന്ന് പറയേണ്ട ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ഒരു പിന്തുണ, സ്നേഹം, കരുതൽ, കൈത്താങ്, തണൽ എല്ലാം കിട്ടി. നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊരു നിർദ്ദേശം തന്നെ കിട്ടിയിരുന്നു, എല്ലാ കുട്ടികളെയും എല്ലാ ഇനങ്ങളിലും പങ്കെടുപ്പിക്കുക. അപ്പോൾ തന്നെ ശാസ്ത്രമേളയിൽ പങ്കെടുപ്പിച്ചു, എല്ലാ ഇനത്തിലും. അതുപോലെ തന്നെ സ്പോർട്സിൽ പങ്കെടുപ്പിച്ചു. ഈ ഫ്ലഡ് അഫക്റ്റഡായ 97 കുട്ടികളെ ഈ കലാമേളയിൽ സബ് ജില്ലാ തലം നമ്മൾ പങ്കെടുപ്പിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു മനസ്സിലുണ്ടായൊരു വ്യത്യാസമുണ്ട്. അവർ എൻഗേജ് ആവുകയാണ്. പഴയതെല്ലാം മറന്നവർ പുതിയൊരു കാര്യത്തിലേക്ക് എൻഗേജ്. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻറ്റ്. മനസ്സിനൊരു ചേഞ്ച് വന്നവർ ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി മാറിയെന്ന് തോന്നുന്നു. അവർ ചിരിക്കുന്നുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, കുഞ്ഞപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്.